പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 18-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ, രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്, നീ ഭയപ്പെടാതെ പ്രസംഗിക്ക, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. തനിക്കെതിരെ ഉയർന്നു വരുന്ന പ്രശ്നങ്ങളിൽ, തന്റെ ശുശ്രൂഷകളിൽ സർവശക്തനായ ദൈവം ഉറപ്പ് നൽകിക്കൊണ്ട് സംസാരിക്കുന്ന വാക്കുകളാണ് ഈ വാക്യങ്ങൾ എന്ന് പറയുന്നത്. 1, ഭയപ്പെടേണ്ട. 2, സംസാരിച്ചുകൊണ്ടേയിരിക്കുക, ഞാൻ നിന്നോടൊപ്പമുണ്ട് എന്ന്. അതേ പ്രിയരെ, തന്റെ ശുശ്രൂഷ മേഖലകളിൽ സമസ്ത പ്രശ്നങ്ങൾക്ക് നടുവിലും എല്ലാ സാഹചര്യങ്ങളിലും സർവശക്തനായ ദൈവം പൗലോസിനെ വഴി നടത്തി കൊരിന്തെന്ന പട്ടണത്തിൽ കർത്താവിനാൽ ഉപയോഗിക്കപ്പെട്ടുവെങ്കിൽ, ഇതാ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും എതിരെ ഉയർന്നു വരുന്ന സമസ്ത വിഷയങ്ങൾക്ക് നടുവിലും കർത്താവ് നമ്മോട് സംസാരിക്കുന്നു. ഭയപ്പെടേണ്ട, സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക, ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന്. അതെ, ആമേൻ. പലരും മാറിപ്പോകുമ്പോൾ, ആമേൻ, പലരും ഭയപ്പെടുത്തി നമുക്ക് മുൻപ് നിൽക്കുമ്പോൾ, ഇതാ നമ്മെ ധൈര്യത്തോടെ നിർത്തുന്ന എല്ലാ ജീവിതത്തിന്റെ മേഖലകളിലും, ഒരുപക്ഷെ ശുശ്രൂഷ ജീവിതത്തിൽ, കുടുംബപരമായിട്ടുള്ള വിഷയങ്ങളിൽ, തലമുറ സംബന്ധമായ വിഷയങ്ങളിലൊക്കെ നമ്മെ ഉറപ്പിച്ചു നിർത്തുന്ന സർവശക്തനായ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. യോശുവയുടെ നേതൃത്വത്തിൽ കടന്നു വരുന്ന ഇസ്രായേലിയ ജനം എരിഹോ മതിലുകൾ പ്രതിസന്ധി ആയി അവർക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ, അതിന്റെ നടുവിലേക്ക് ദൈവത്തിന്റെ നിർദ്ദേശപ്രകാരം ഇറങ്ങി പ്രവർത്തിച്ചവർക്ക് വേണ്ടി കർത്താവ് തക്ക സമയത്ത് അതിന്റെ മതിലുകളെ തകർത്ത് അവർക്ക് അവകാശമായി പട്ടണങ്ങളെ കൈവശമാക്കിയെങ്കിൽ, ഇതാ ജീവിതത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി വലിയ ചെയ്യും. വിശ്വസിച്ച് മുൻപോട്ട് പോകുക, കർത്താവിന്റെ നിർദ്ദേശങ്ങളെ ഏറ്റെടുക്കുക, ഭയപ്പെടാതെ മുന്നേറുക. കർത്താവ് നമ്മോട് കൂടെയുണ്ട്. നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി സർവശക്തനായ ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഈ വചനങ്ങളാൽ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ.